കല്യാണത്തിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ ഇല്ല ഡാഡി പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ? കൊറേ ന്യൂ ബിഗിനിങ് ആയി അവർക്ക്. ഇത് അടുത്തൊരു ന്യൂ ബിഗിനിങ് ആണ്. ഞാൻ തമിഴ്നാട്ടിലായിരുന്നപ്പോ കുടിച്ചോണ്ടിരുന്ന ബ്രാൻഡാ കോണ്ടിനെന്റ്. അങ്ങനെ നമ്മുടെ ഗുജറാത്തിൽ വന്നിട്ട് സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്. ഞാനല്ലല്ലോ പറയേണ്ട ആൾക്കാര് പറയും, അതായിരിക്കും നല്ലത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാട്ടോ. അപ്പൊ വാവേനൊക്കെ റെഡിയാക്കി, നമ്മളൊക്കെ റെഡിയായി, ഇപ്പൊ പുറത്തു പോകാൻ വേണ്ടി നിക്കാണ്. എങ്ങോട്ടാ ആദ്യം പോണത്? സ്റ്റീൽ കട. വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തോന്ന് അന്നമ്മക്ക് ഹിന്ദി പറഞ്ഞു തുടങ്ങിയടാ. അതെ, പഠിയാ ഹോ ഗയാ ഹിന്ദി കാ. മാസിക്ക് മലയാളം അറിയാം. ഓക്കെ മാസി, ബൈ ബൈ, ടാറ്റാ. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ കെ ആൻഡ് കെ എന്ന് പറഞ്ഞ ഓട്ടോമൊബൈൽ സോറി കെ എന്ന് പറഞ്ഞ വീട്ടിലേക്കുള്ള അത്യാവശ്യമുള്ള പാത്രങ്ങൾ ഒട്ടുമുക്കാൾക്ക് അനം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഹോൾസെയിൽ കടയാണോ? ഹോൾസെയിലും അല്ല റീറ്റെയിൽ. നല്ലൊരു എല്ലാ സെലക്ഷനും ഉള്ള ഒരു കടയാണ്. വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും. 1 കിലോന്റെ കുഞ്ഞു കുക്കർ, 1 കിലോന്റെ സാധനം. ഇത് 1 കിലോന്റെ സാധനങ്ങൾ വേവിക്കാൻ പറ്റൂതില്. എനിക്ക് കുഞ്ഞ സ്പൂൺ വേണം. ചായപാത്രം ചെറുതാണ് വീട്ടിൽ. മീഡിയം കുറച്ച് ആൾക്കാർ കൂടുതൽ വരുമ്പോ വെക്കാനുള്ള ഒരു ചായപാത്രം വേണം. ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് റൗണ്ട് അടിച്ചു മൊത്തം. ഗോൾഡൻ സ്പൂൺ. സ്വർണ്ണ തളികയിലായിരിക്കും ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ. ഒന്നും പറയാത്തന്റെ കോമഡിക്ക് കേക്കണില്ല പണ്ടത്തെ പോലെ. അല്ലെങ്കിൽ കേക്കാത്തതാണോ എനിക്ക് അറിഞ്ഞൂടാന്ന്. ആന്റിയുടെ ചപ്പാത്തിയുടെ സാധനം ഉണ്ടോ അവിടെ? വുഡൻ ആദ്യമൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ എന്താ ഇവിടെ ഉപയോഗിക്കാന്നൊന്നും വലിയ പിടിയില്ല. കറികളൊക്കെ പരത്തേക്കാനൊക്കെ വേണ്ടി വരും. അടപ്പനുണ്ടോ അതിന്? എന്നെ തല്ലണ നീ. തീരെ ചെറുതാണോ ഇത് വരിക? ഇടുമ്പോ ഐസ്ക്രീം ഒക്കെ എടുക്കാൻ ചെറുതാണ് ആവശ്യം, അച്ചാറിനൊക്കെ ചെറുതാണ് ആവശ്യം. ഇതിന്റെ മോൾ ഭാഗം മമ്മി, ഇതിന്റെ മോൾ ഭാഗം പ്ലെയിൻ ആയിട്ട് ചോദിക്കോ? അന്നേ നിനക്ക് ഇത് ആവശ്യം വരുമോ? എനിക്കൊക്കെ ഏറ്റവും ഉപയോഗിത കാണാലോ, കാണാം എന്താ വെച്ചെന്നുള്ളത്. ഞാൻ കുറച്ച് സാധനം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് റീസെലക്ഷൻ ചെയ്യാം. അന്നമേ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മിനിമം സാധനം എടുത്തിട്ടുണ്ട്. കാപ്പിക്കുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്, ചായ കാപ്പി എടുക്കാൻ. ചോറിന് മാത്രമുള്ള ഒരു പാത്രം 2 എടുത്തിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് എടുത്തിട്ടുണ്ട്. അത്രയും സാധനം എടുത്തിട്ടുണ്ട്. കൂടുതൽ വേണോ കുറവാണോ സൈസ് നോക്കുക. എടാ ഇവ ചെറിയ കുക്കർ വേണോ ചെറുതായിട്ട് കറി വെക്കാനായിട്ട്? ചെറുതുണ്ട്. അന്നെ കൊച്ചിന് കുക്കർ. ഇതെന്താണത്? കളിക്കാനായിരിക്കും. ഈ സ്റ്റീലിന്റെ പാത്രം ഷാജങ്ങളിൽ ഇത്രയും തുടങ്ങി അത്രയും വരെയുള്ളൂ. എന്റെ അമ്മേ, ഇതായിപ്പോ യൂസ് ചെയ്യുന്ന സ്ഥിരം. ഗൈസ്, ഇവിടെ വന്നിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ പോണം അല്ലേ? ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി ഷോപ്പ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തി ഫുഡ് കഴിക്കാൻ. അതിന്റെ ഇടയിൽ മിസ്റ്റർ ഡിബിൻ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം വിശേഷം? നീ കറക്റ്റ് ഷോപ്പിങ്ങിന് മുങ്ങി ഫുഡ് കഴിക്കുന്ന ടൈമിൽ കയറി. ഞാൻ അറേഞ്ച് ചെയ്യുമായിരുന്നു. നിന്റെ ഭാര്യ എത്ര തവണ നിന്നെ അന്വേഷിച്ചെന്നറിയോ? നിന്നെ കാണാണ്ട് കൊച്ചിന് ആർക്കെങ്കിലും കയ്യിൽ കൊടുക്കണല്ലോ. ഡിബിനെ, ഇത് ഏതാ റെസ്റ്റോറന്റ്? സദാനന്ദൻ. നല്ലൊരു റെസ്റ്റോറന്റ്. ഡീസന്റ് ഗുഡ് റെസ്റ്റോറന്റ്, ഗുഡ് ഫുഡ്. ടാറ്റയും ഫ്ലൈങ് കിസ് ആണ് അവൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. രജനീകാന്ത് ആണ് അവന്റെ വിചാരം. നമ്മള് എന്തൊക്കെയാ ഓർഡർ ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോൺസിന്റെ ഒരു ചെറിയ ഐറ്റം പറയുന്നത്. പ്രോൺസ് ഫ്രൈ ആയിട്ട്, ചിക്കൻ ഹാൻഡി, നാൻ, പനീറിന്റെ സബ്ജി, കോലാപ്പുരി. ആ പേര് പറയാൻ വെയിറ്റ് കോലാപ്പുരി, ഫുൾക്ക ചപ്പാത്തി എന്ന് പറയും. തീക്കാ ചുട്ടെടുക്കുന്നത് പെർഫെക്റ്റ് സാധനമായിരിക്കും. പിന്നെ കുറച്ച് പിന്നെ സാലഡ്, പപ്പടം, മസാല പപ്പടം, അത്രേ. ഞാൻ ഇന്നിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കായിരുന്നു. ആ ചെക്കൻ എന്താ നമുക്ക് അറിയണേ? ഇന്നിട്ട് വീഡിയോ ആലിച്ചാണ് ഇപ്പൊ സ്ഥിരമായിട്ട് വീഡിയോ ഇടണോണ്ടേ. വീഡിയോ ഇട്ടില്ലെങ്കിൽ അയച്ചാൽ ഇടൂല, ഇട്ടോണ്ടിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. നമ്മൾ ഫുഡ് അടി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അലിച്ചേട്ടന്റെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വന്നിട്ടുണ്ട്. എന്റെ പനീർ കറിയും ബട്ടർ ഗാർലിക് നാൻ. എല്ലാം സെറ്റ് അല്ലേ?
രാത്രി ഇത് പുകച്ചാൽ നമ്മുടെ കൊതുവൊക്കെ പോയിക്കോളൂ. ശരിയാ, ഞാൻ അതാ വിചാരിച്ചത്. അപ്പോ നമ്മൾ ഗുജറാത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് കുറെ പേര് ഇതിനോടകം കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി, പക്ഷെ നമ്മളായിട്ട് ഇനി പറയണല്ലോ. മറ്റേ ഇംഗ്ലീഷിൽ പറയും ഫ്രം ദ ഹോഴ്സസ് മൗത്ത് എന്ന്. അതൊരു പഴഞ്ചൊല്ലാണ്. അല്ല, അങ്ങനത്തെ എന്തൊരു പ്രാസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പൊ നമുക്ക് ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാ നിൽക്കുന്ന ആ ടൈപ്പ് സാധനങ്ങൾ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഡിബിനും അന്നമ്മയും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവര് തന്നെ പറയും എന്തിനാണ് നമ്മൾ ഗുജറാത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. എന്താണ് ഇതല്ല, ഇത് ഫുഡ് കഴിച്ചതിന്റെ വയറ് തീർത്തിരിക്കണ്ട. ഓക്കെ, അപ്പൊ എന്തിനാണ് നമ്മൾ ഗുജറാത്തിൽ എത്തിയിരിക്കുന്നത്? നമ്മുടെ വീട് ഇനോഗ്രേഷൻ ആണ്. ഐ തിങ്ക് ഒരുപാട് സമയം എടുത്ത് ഉണ്ടാക്കിയ വീടാ. ഒരുപാട് സമയം എടുത്ത് കല്യാണത്തിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തത്, പക്ഷെ കൊച്ചു വരണ്ട വന്നു നിൽക്കുന്ന ഫൈനൽ അവൻ. എന്താ വീടിന്റെ പേര്? കൊച്ചിന്റെ പേര് നേതൻ എന്നല്ല, നേതൻ. ഞങ്ങൾ ആദ്യം നെയ്തൻ വില്ലാന്നിടാൻ പ്ലാൻ ചെയ്ത. പിന്നെ എന്റെ മനസ്സിലുള്ള പേര് അതാ, ഇവ വില്ല. പിന്നെ ഇവ പറഞ്ഞ അത് വേണ്ട, ഇവ വിലാസം എന്നാക്കാന്ന് പറഞ്ഞു. അയച്ചേട്ടൻ പണ്ടത്തെ മുത്തച്ചിപ്പിന്ന് വന്നിട്ടുള്ള കാര്യം. ഏതെന്ന് പേരിടാറുണ്ട്, ഏജൻസ് എല്ലാ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ ഇവയ്ക്കിട്ട് തല്ലിടാക്കാണ്ട് ഇത് എന്റെ വീട്, അതിന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ. അവര് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇത് ഏജൻസ് കിട്ടും. അപ്പൊ അടുത്ത കൊച്ചിന്റെ പേര് നിങ്ങൾ ഏതെന്നിടും? അല്ല, മാത്തൻ. ഇല്ല, ഏത്തല്ലേ നിർത്താം. മാത്തൻ, ചാത്തൻ. ഇത് കുടിൽ വ്യവസായം അല്ല, ഇത് കൊറേ വരുന്നുണ്ടല്ലോ. മാത്തൻ, ചാത്തൻ. ഹൗസ് വാമിംഗ് ആണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ശരിക്കും പറഞ്ഞാൽ വേറെ കുറെ ന്യൂ ബിഗിനിങ് ആയി അവർക്ക്. ഇത് അടുത്തൊരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും. ഹോം ടൂർ ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് ഒരു ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, അത് ആ വീഡിയോയിൽ പറയുന്നതായിരിക്കും ബെറ്റർ. വീഡിയോയിൽ പറയാട്ടെ. പറഞ്ഞു. ഞാനിപ്പോ ഒരപ്പുറം കത്തിക്കാൻ പോവാണ്. Stay tuned, guys. നിങ്ങൾ രണ്ടുപേരും മനസ്സിന് വിചാരിച്ച പോലത്തെ വീട് തന്നെയാണോ പണിത് വന്നിരിക്കുന്നത്? ഐ തിങ്ക് ടച്ച് വുഡ് നല്ലതായിട്ടുണ്ടായി. ഇതുവരെ എല്ലാം നല്ലതായിട്ട് പോയി. എല്ലാം ഓൾ ഗുഡ്. നല്ലോണം പോയി. സെറ്റാണ്. അപ്പൊ സോ സ്റ്റേ പ്രേസ്. ഐ മീൻ താങ്ക് യു. എല്ലാവരും പ്രാർത്ഥനകൾ ഉണ്ടാവും. എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അപ്പൊ അതാണ് നമ്മുടെ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഓൾറെഡി കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കമന്റ്സില്. അപ്പൊ ഹൗസ് വാമിങ്ങിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും ഭയങ്കര ഹാപ്പി. ഇപ്പൊ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇനി ബില്ലടിച്ച് വാങ്ങിക്കണം. പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇപ്പൊ ഈ പഞ്ചസാര മുതൽ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു പറയൂലോ, അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. Stay tuned, guys. അങ്ങനെ നമ്മൾ മറ്റേ ലുലു പോലത്തെ എന്താ ഡിമാർട്ടിൽ വന്നേക്കാ. നമ്മളെ ലുലു പോലെ ഉണ്ട്. ഫസ്റ്റ് ടൈം അവിടെ തന്നെ ഗുജറാത്തികളുടെ ലുലു ആയിരിക്കും. അപ്പൊ ഇപ്പൊ മറ്റേ ധാന്യങ്ങളൊക്കെ ഇല്ലേ, മറ്റേ ഇങ്ങനെ പറയില്ലേ, പറ നിറഞ്ഞിരിക്കണം എന്ന് പറയണ മാതിരി ധാന്യങ്ങളും പഞ്ചസാര പിന്നെ ആവശ്യത്തിന് വീട്ടാവശ്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നേ. നമുക്കിവിടെ റോളില്ല, ജസ്റ്റ് കണ്ടാ മതി. അറിയില്ല കാലിയല്ലേ സ്റ്റാർട്ടിങ്. അത് എൻഡിങ് കഴിഞ്ഞ് ഇതുപോലെ 2 വരും. കണ്ടോണം. കയറി കഴിഞ്ഞാൽ അനാവശ്യമായി ഇതിപ്പോ നമ്മൾ പുതിയ വീടാണ് ആവശ്യമുള്ളതാണ്. പഴയ വീടാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം മേടിച്ചു കൂട്ടും. അവസാനം എവിടെയൊക്കെ ഇരിക്കുന്ന പോലും പിടി കിട്ടത്തില്ല. എവറസ്റ്റ് ഇത് ഇവര് തന്നെ ഉണ്ടാക്കുന്ന പാക്കറ്റ് മഞ്ഞപ്പൊടിയും നമ്മൾ ഐസിലോട്ട് തുടങ്ങുന്നതിന് ഏത് മഞ്ഞപ്പൊടി നല്ല, മഞ്ഞൾ നല്ല. അത് സംശയ വെച്ചിട്ടുണ്ട്. ഡിബിന് എന്തൊക്കെയോ പൊടികൾ എടുത്ത് എന്റെ അടുത്ത് തന്നു. ടീ മസാല, കിച്ചൺ കിങ് മസാല, എന്തിനൂടാ തോന്നുന്നു കിങ് കിച്ചണിലെ, പിന്നെ ചിക്കൻ മസാല. കാജു ഇടുന്ന എടുക്കണോ? കാഷ്യൂ നട്ട്സ് പായസം ഉണ്ടാക്കണം. എന്താ കിട്ടാത്ത? ഒന്നും കിട്ടിയില്ല. എല്ലാ സ്ത്രീകളുടെയും പരിപാടി എല്ലാം മേടിച്ചിട്ട് വരുമ്പോ എനിക്കൊന്നും തന്നില്ല. നമ്മളില്ലാത്തപ്പെട്ട ആളല്ല ഈ പുള്ളി എല്ലാം എടുത്തോളൂ. 2 വാങ്ങാം. അല്ല ഇത് എല്ലാവർക്കും വേണ്ട. ഇത് പെട്ടെന്ന് തീരെ. ഇത് എല്ലാവർക്കും വേണ്ടി, ഇത് അവന് കുടിക്കാൻ അയ്യോ അങ്ങനില്ല എടി, ഇത് പെട്ടെന്ന് തീരും. അയ്യോ ഞാൻ തമിഴ്നാട്ടിലായിരുന്നപ്പോ കുടിച്ചോണ്ടിരുന്ന ബ്രാൻഡാ കോണ്ടിനെന്റൽ. ഏതാ നീ ഉദ്ദേശിച്ചത്? കോണ്ടിനെന്റൽ കുപ്പിയാണോ?
എടി അത് അവൻ എടുത്തതടി, ഇത് മാറ്റിയിട്ട് അത് വെക്കി. എടി രണ്ടും വെക്ക്, നീ രണ്ടും വെച്ചേ, അതിൽ വലിയ ചെലവൊന്നുമില്ല. ഇവിടെ എന്തിനാ നെസ്കഫെ ഗോൾഡ്? ഇതാ നല്ലത്. എന്നാ അത് ഇതിനും കടുപ്പില്ല. ആന്റി ഇന്നും കൂടി പറഞ്ഞോളൂ. ആർക്ക് നെസ്കഫെക്കാ? ഇതിന് ഈ നെസ്കഫയുടെ ഈ ഗോൾഡിന് കടുപ്പം കുറവാ. കടുപ്പം കുറവാന്നോ? പക്ഷെ വേറൊരു സാധനം എന്റെ ഫേവറേറ്റ് നെസ്കഫ. ഡേവിഡ് ഓഫോ ചേച്ചി തന്നെ എനിക്ക് ഒരു വർഷം ഉണ്ടാക്കി തന്നെ. ഡേവിഡ് ഓഫ് വീട്ടിലുണ്ടല്ലോ, തിരുമുടിക്കൊത്തിനുണ്ട്. ഗ്രീൻ ടീ ഡാഡിക്ക്, ഗ്രീൻ ടീ ഡാഡിക്ക്, മസാല ടീ അങ്കിളിന്, നെസ്കഫ എനിക്ക്, വേറെന്തോ ഒരു ചുണ്ടൊക്കെ തമിഴ് അവന്. കോമഡിയാവും മിക്കവാറും. എന്ത് കോമഡി? ചായ ഒക്കെ കോമഡിയാ. അണ്ടിപ്പരിപ്പ് എടുത്ത് അപ്പൊ ഇതിന് അണ്ടിപ്പരിപ്പ് അന്ന് ഉണക്കമുന്തിരി എടുക്കാം, അതെന്താ പായസം ഉണ്ടാക്കാലോ. എടി ഇത് അടിപൊളി തരാം. വാഗ് ബക്രിയുടെ ചായപ്പൊടി. ഇതിപ്പോ ഇത് കഴിയട്ടെ. കണ്ണൻ ദേവനില്ലല്ലോ ഇവിടെ. എടി ചായ അത് വാങ്ങ, അത് അങ്ങനെ വാങ്ങിക്കണം. വാങ്ങ നല്ല. ഇത് മറ്റൊരു സിനിമയില്ലേ, ഇവർ വിവാഹിതരായാലേ ജയസൂയെ പോയിട്ട് കട മൊത്തം വാങ്ങിട്ട് വരും. അതുപോലെ മുന്തിരി വാങ്ങി ഞാൻ. ബ്ലാക്ക് അല്ല, ഇത് ബ്ലാക്ക് അല്ലല്ലോ, ഈ സെയിം സാധനം. എടാ ഇത് ആ പരിപാടിക്ക് വെക്കാനാണ് കറുപ്പ്. വെച്ചോ, ഇത് കൂടെ എത്ര വേണം? ഇഷ്ടം പോലെ വെച്ചോ. അത് വരച്ചുണ്ടാവും. മൊബൈലും വേണ്ടോ കേട്ടോ, ഇഷ്ടമുള്ള കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി, കൊറേ ചാക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. മറ്റേ പാത്രമില്ലേ, അത് സ്റ്റിൽ അവിടെ ഇരിക്കുക, അത് പോയിട്ട് ഇനി എടുക്കാം. അന്നമ്മ ആവശ്യമേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഐ തിങ്ക് വരാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വണ്ടി കൊറേ സ്ഥലങ്ങളൊക്കെ കാണും. പറ്റില്ലല്ലേ വണ്ടി വരാൻ? എടി വണ്ടി എടുക്കാൻ പറ്റില്ല, തള്ളണം അങ്ങോട്ട്. വാ, തള്ളിക്കോ തള്ളു. എങ്ങനെയുണ്ടായിരുന്ന ഷോപ്പിംഗ് ആദ്യത്തെ വീട്ടിലേക്ക്? നൈസ്, കം ഓൺ, ഐ ലവ് ഇറ്റ്. ഇത് പറ്റി പേടിക്കണ്ട കുത്ത. എന്നെയാണോ കുത്താൻ വിളിച്ചത്? കുത്താന്നൊക്കെ എന്നെ നോക്കിട്ട്. പപ്പ മറ്റേ പാർക്കിംഗ് നിർത്തി. അവിടെ നിർത്തോ, അവിടെ ഏറ്റവും സൈഡ് വെച്ചോടി. ഗ്ലാസ് ഉണ്ട്. ഓക്കെ, വാ പോവാം. ലെറ്റ്സ് ഗോ. ഇതടക്കണ്ടാടാ. അത് അടച്ചോളൂ. ഇതിനെ നീ ഒരു കുടുംബസ്ഥനായടാ. എനിക്കറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്ന അവിടെ. മിക്കവാറും സൊമാറ്റോ ആയിരിക്കും. ഇതൊക്കെ മേടിച്ചിട്ട് എന്തിനാണ് ഒരാഴ്ച ഉണ്ടാക്കി കരിഞ്ഞ ഫുഡ് കഴിക്കുക? അത് പറയില്ലടാ. ഇത് വീഡിയോന് വരും. ടയർ പഞ്ചറാണല്ലോ. അയ്യോ അതെങ്ങനെ? കാറ്റ് കുറവാ, അടിക്കണം. വാർഡ്രോബില് അവന്റെ തുണി ഹാങ് ചെയ്യാനുള്ള ഇതില്ല, റെയിലില്ല. പിന്നെന്തൊക്കെയില്ല? അയ്യോ അങ്ങോട്ടാ പോന്നെ, പുതിയ വീട്ടിലോട്ടാ പോന്നെ. ഗൈസ്, നമ്മൾ രാവിലെ എന്നാ പാത്രക്കടയിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു ബാസ്ക്കറ്റ് ഉള്ളൂ എന്നിട്ട്, പക്ഷെ ഒരു ലോഡ് സാധനങ്ങൾ അവിടെ വേണ്ടെന്ന് പറഞ്ഞ അവിടെ ബില്ലിങ്ങിന്റെ സെക്ഷനിൽ നിൽക്കാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ബില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു സെറ്റ് സാധനങ്ങള്, ഇവിടെ വേറൊരു സെറ്റ്, ഇവിടെ ഒരു സെറ്റ്, ഇതൊരു സെറ്റ്. ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാണ്. ഞങ്ങളെല്ലാം ഓക്കെ അല്ലേ? അത് ഓക്കെ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ലേ? ഇല്ല, ഓക്കെ ആയിട്ടില്ല. കാര്യം ഇനി ബില്ല് അടിച്ചിട്ട് വേണം. ഓക്കെ, ഓ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇത്ര എടുക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഡിസ്കൗണ്ട് വാങ്ങിക്കണം. ഡിസ്കൗണ്ട് തരത്തില്ല. തരില്ലേ? ഇവിടെ ഉണ്ടോ ചായപാത്രം ഇവിടെ അതാ സെറ്റ് കൂടെ നമ്മുടെ. പാക്കിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അന്നമ്മ ഇവിടെ വലിയ ബില്ലായിട്ട് ഇരിപ്പുണ്ട്. അന്നമ്മ ഇതെന്താ റിസൾട്ട് പേപ്പർ ആണോ? പറയണില്ല എത്രയെന്ന്, അത്രക്കുണ്ട്. ഇതാണ് നമ്മുടെ ബില്ല് വന്നിട്ടുള്ളത്. ഇതാണ് സാധനങ്ങൾ. അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. അങ്കിള് എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഷോപ്പിംഗ് നല്ലതാണ്, നല്ല ഷോപ്പിംഗ് ആണ്. എല്ലാം നല്ല ഡിസ്കൗണ്ട് പുള്ളി തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് വന്നു. 20% കണ്ട് ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് അത് നല്ല കാര്യമാണ്. അല്ലെ, സെറ്റ് അല്ലേ? സെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചാലും ഭംഗിയായിട്ട് ഡിസ്കൗണ്ട് വന്നു. പിന്നെ ക്വാളിറ്റി വെൽ ചെക്കിംഗ് ആണ്. ഓരോ പാത്രം എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉത്തരവാദിത്വം അവർക്ക് കഴിയും. നമുക്ക് അവിടെ നിന്ന് പൊട്ടിക്കാതിരുന്നാൽ മതി. കുഞ്ഞി വാവാ പാപ്പോട്ടിന്നും കുഞ്ഞി വാവാ പാല് കട്ടുകുച്ചും കുഞ്ഞി വാവാ അയ്യോ വാവേ ചാച്ചിക്കോ വല്യപ്പൻ വിജു ഇക്കണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കുകയാണ്. നല്ല അടിപൊളി കഞ്ഞി, പയറ്, ബീഫ്, ചമ്മന്തി, ഫിഷ് റൈറ്റ് വെള്ളം വന്നി. നല്ല രസമുണ്ട് കേട്ടോ. അങ്കിളും ആന്റിയും കൂടെ നമ്മൾ എന്താ കുറച്ച് എന്താ പെട്ടെന്ന് അങ്കിൾ ഒരു നോട്ടൊക്കെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ കുറെ ട്രാവലൊക്കെ ചെയ്ത്, ട്രാവൽ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ വീട്ടിൽ പോയി തിരിച്ചു വന്ന് എല്ലാം സെറ്റാക്കി തിരിച്ചു വന്നിട്ട് ഇവരുണ്ടാക്കിയതാ. അതെ, നമ്മുടെ ഫുഡ് അടി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റി ഈറൻ അണിഞ്ഞിട്ടൊക്കെ വന്നിരുന്നു ഫുഡ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ കഞ്ഞി പരിപാടി. ഒരുപാട് കഞ്ഞിയുണ്ട്. മമ്മി എങ്ങനെയുണ്ട് ഫുഡ് അടി? ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? തകർത്തു. ഷോപ്പിംഗ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു പുതിയ വീട്ടിലേക്ക് വേണ്ടി. ഒന്നും ബാക്കിയില്ല. അതായത് അന്ന എല്ലാം നമ്മളെല്ലാം. അങ്കിള്
എന്താണ് ഇന്ന് കഞ്ഞിയിലേക്ക് തിരിയാനായിട്ട് ഒരു കാരണം? കഞ്ഞിയത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചത് എന്താ ഞങ്ങളൊരു കഞ്ഞിയായി ഉച്ചയ്ക്ക് ഹെവി ഫുഡായിരുന്നു. അപ്പൊ ലൈറ്റ് ആയിട്ടൊന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോ തന്നെ ഷീജനോട് പറഞ്ഞു വൈകുന്നേരം എങ്ങനെ കഞ്ഞി മതി എന്നുള്ളത്. അപ്പൊ അതിന്റെ പേര് കഞ്ഞിയൊക്കെയാ. അല്ല, കഞ്ഞി അതിൽ നമ്മുടെ ഇന്റർനാഷണൽ ഭക്ഷണമാണല്ലോ. അതെ, സത്യം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കഞ്ഞി. വൈകുന്നേരം കഞ്ഞി കുടിക്കാന്നുണ്ടെങ്കിൽ ചേട്ടനാണെങ്കിലും പറയും നല്ല സുഖമാണ്, വയറിന് നല്ല സുഖമാണ് അല്ലേ. വയറ് നല്ല ഫ്രീ ആയിരിക്കും, വയറ് ഫ്രീ ആയിരിക്കും. നമുക്ക് അതുപോലെ നമ്മള് കേരളത്തിൽ തനതായി കിട്ടുന്ന കഞ്ഞിയാ. നമ്മള് 3 നേരം കഞ്ഞി കുടിക്കുന്നത് വളരെ നമുക്ക് നമ്മുടെ കാലാവസ്ഥക്ക് നമുക്ക് നല്ലതാണ്. പിന്നെ ഈ സ്പെഷ്യൽ ബീഫ് അങ്കിളിന്റെ പ്രിപ്പറേഷൻ എന്താ, 2 വാക്കിനെ കുറിച്ച്? ബീഫിന്റെ ടേസ്റ്റ് ചേട്ടൻ കഴിച്ചില്ലല്ലോ. നല്ല സാധനം. പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ വേറെ വെറൈറ്റി സാധനമൊക്കെ ചേർത്തിട്ടുണ്ട്. കുഴപ്പമില്ല, പറഞ്ഞു എന്താ മമ്മി? ഉലുവിട്ടിട്ടുണ്ട്, കായത്തില പൊടിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ ആദ്യമായിട്ടാണ്. ബാക്കി നമ്മുടെ കുരുമുളക്, നമ്മുടെ ഗരം മസാലകൾ അത്ര ചേർക്കാം. എന്താ ഇവന്റെ പേരെന്താ ശരിക്കും? ബീഫിന്റെ അങ്കിൾ വെറും ബീഫ് ഫ്രൈ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ആർഭാടൊന്നുമില്ല. ആർപ്പാടൊന്നുമില്ല. അത് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ട് വേവിച്ച ബീഫ് നമ്മള് ഇച്ചിരി സവാള ഇടും, ഇച്ചിരി തേങ്ങ കുതിരും, ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിന് ശേഷം അതിനോട് കുറച്ച് ഉരുവായി ചേർക്കും, കുറച്ച് പെരിഞ്ചീരം ചേർക്കും, കുറച്ച് കായം ചേർക്കും, ഇച്ചിരി സവാള എന്നിട്ട് ഇളകും. സവാളയെ കൊച്ചുള്ളി ചേർക്കാം. ഇത് കേൾക്കുന്ന ഒരു അങ്കിളുടെ ഒരു കുക്കിംഗ് ബ്ലോഗ് വേണമെന്ന് പറയാൻ സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്റെ അപ്പനായിട്ട് കിട്ടിയൊരു താല്പര്യം അത്. ആന്റി വീട്ടിൽ മതി 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 ഇത്. പുള്ളിക്കാരും ഫുഡ് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ബട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളില് ഈ പറഞ്ഞ ഈ കാറ്ററിംഗ് സർവീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഫാമിലികൾ ചേർന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കണ്ട് ഒരു ശീലമുണ്ട് എനിക്കുണ്ട്. റെസിപ്പി ഒക്കെ ഒന്ന് പഠിച്ചു നോക്കിട്ടാ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കണത്. റെസിപ്പി അവിടെ ഉള്ള എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം? നല്ല പ്രൊഡക്റ്റീവ് ആയിരുന്നു. തകർത്തു നമ്മൾ. വിചാരിച്ച സംഭവങ്ങളൊക്കെ കിട്ടിയോ നമുക്ക്? അടിപൊളിയാണ്, എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടി. ഐ തിങ്ക് വീട്ടിൽ വേണ്ട എല്ലാ അപ്ലയൻസസ് കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. ഇനിയിപ്പോ ഓഡിയൻസ് ചോദിക്കായിരിക്കും എന്നാണ് നമുക്ക് വീട് കാണാൻ പറ്റാന്ന്. 19. സ്റ്റൈല് കണ്ടോ എന്റെ? അതെ, ഞാൻ ചെയ്യും. 19. അപ്പൊ അന്നമ്മ എല്ലാം സെറ്റ് അല്ലേ? ഓക്കെ എല്ലാം സെറ്റ്. ഹാപ്പി ഹാപ്പി. ഹാപ്പി ഹാപ്പി. എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയേണ്ട ഓഡിയൻസിനോട്? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയല്ലോ. എടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? പറ, ക്യാമറ നോക്കി പറ. യോ 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 ഓ യോ യോ പറഞ്ഞ യോ യോ. ഹനുമാൻ. അപ്പൊ ഗൈസ്, നമ്മളുടെ ഈ ഒരു നോട്ടോട് കൂടി നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ. അപ്പൊ ശരി, ബൈ ബൈ ബൈ. അപ്പൊ ബൈ. ഓക്കെ, അപ്പൊ ബൈ. കണ്ടിന്യൂ. ബൈ അല്ല, കണ്ടിന്യൂ.